ഇറച്ചിച്ചോറൊക്കെ കഴിച്ചിട്ട് നാള് കുറയായി. ഇന്ന് നമുക്കൊരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയാലോ? ഇറച്ചിച്ചോറിന് എപ്പോഴും ബീഫ് തന്നെയാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ്. കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്തിട്ടുണ്ട്. ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഗരം മസാല എന്ന് വെച്ചാൽ നമുക്ക് മീറ്റ് മസാല ചേർക്കാം. ഇതും കൂടെ ചേർത്തൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ബീഫും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കുക. കുക്കറിന് ബീഫ് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിൽ നിന്ന് മാറ്റി വെക്കുക. കാരണം നമുക്കിതിൽ എന്തോരം വെള്ളമുണ്ടെന്ന് അളന്ന് നോക്കാനാണ്. ഇതൊന്ന് അളന്ന് നോക്കി ആവശ്യമുണ്ടെന്ന് വെച്ചാൽ വീണ്ടും വെള്ളം ചേർക്കുക. കാരണം ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. കൈമ റൈസാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്നിവിടെ ബസ്മതി റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റൈസും കൂടെ ചേർത്ത് അതിലേക്ക് കുക്ക് ചെയ്ത ബീഫും കൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിച്ചോറ് റെഡി.